നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ് കാണുമ്പോൾ ടെൻസ്ഡായിട്ട് പെൺകുട്ടികൾ ഞങ്ങളെ സമീപിക്കാറുണ്ട്. എന്താണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്? ഈ ബ്ലീഡിങ് പ്രശ്നമുള്ളതാണോ? ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ? ഇത് കണ്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? തുടങ്ങിയ നൂറുകൂട്ടം സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. നമുക്കറിയാം, അണ്ഡവും ബീജവും തമ്മിൽ യോജിക്കുന്നത് അണ്ഡവാഹിനിക്കുഴൽ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലാണ്. ഈ ഭ്രൂണം അതിനുശേഷം യൂട്രസിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങായ എൻഡോമെട്രിയത്തിലേക്ക് ഇംപ്ലാന്റഡ് ആവുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ്ങാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ മെൻസ്ട്രുവൽ സൈക്കിളിലും പ്രഗ്നൻസിയെ സ്വീകരിക്കാനായിട്ട് യൂട്രസ് നല്ല സജ്ജമായി അതിൻ്റെ ആ ആവരണമൊക്കെ പരവതാനി വിരിച്ചതുപോലെ റെഡിയാക്കി ഇരിക്കുകയാണ് നമ്മൾ ആലങ്കാരിക ഭാഷയിൽ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നല്ല റിച്ച് ബ്ലഡ് സപ്ലൈ ആണ് യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഈ എൻഡോമെട്രിയത്തിൽ ഈ സമയത്ത്. അപ്പോൾ ഈ ഭ്രൂണം ഈ എൻഡോമെട്രിയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഈ ചെറിയ ബ്ലഡ് വെസൽസൊക്കെ ചെറുതായിട്ട് പൊട്ടാനും തൽഫലമായി ഈ ചെറിയ ബ്ലീഡിങ്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല. 20-25% ആളുകൾക്ക് മാത്രമേ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാറുള്ളൂ. ഇത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സൈൻ എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ഇത് കണ്ടില്ല എന്നോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് കണ്ടില്ലെങ്കിൽ പ്രഗ്നൻസി നല്ലതല്ലെന്നോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് അല്ലെന്നോ എന്നും ഒന്നും അർത്ഥമല്ല. ഇതെപ്പോഴാണ് കാണുക? സാധാരണഗതിയിൽ ഓവുലേഷൻ നടന്ന് ഏകദേശം ഒരു 6 മുതൽ 12 ദിവസങ്ങൾക്കകമാണ് ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കാണുക. എങ്ങനെ നമ്മളിത് പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസസുമായിട്ട് തിരിച്ചറിയും എന്ന് ചോദിച്ചാൽ, നമുക്ക് എന്നാണോ മെൻസസ് ആവേണ്ടത് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമ്മൾ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കാണുക. ഇതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ചെറിയ സ്പോട്ടിങ് പോലെയൊക്കെ മാത്രമേ സാധാരണ കാണാറുള്ളൂ. ഇത് 2-3 ദിവസത്തിൽ കൂടുതൽ സാധാരണ നിൽക്കാറില്ല. ഈ സമയത്ത് ചെറിയ വയറുവേദന ഒക്കെ ഉണ്ടാകാം. പിന്നെ ഈ സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുമോ എന്നുള്ളതാണ് വേറൊരു സംശയം. നമുക്കറിയാം, ഈ പ്രഗ്നൻസി ഹോർമോണായ β-HCG ആണ് ഈ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ നിദാനം. അപ്പോൾ ഈ β-HCG എന്നുള്ള ഹോർമോണിൻ്റെ ലെവല് ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ സമയത്ത് വളരെ കുറവായിരിക്കും. അതിനാൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ആ സമയത്ത് നെഗറ്റീവായിട്ടേ കാണാറുള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് നമ്മളൊരു ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. അതായത് പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ടെസ്റ്റ് നെഗറ്റീവാണ്. കാരണം β-HCGയുടെ അളവ് അഡിക്വേറ്റ് ആയിട്ട് ഈ ഹോർമോൺ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആകത്തക്ക വിധത്തിലുള്ള ലെവലിലേക്ക് വരുന്നില്ല. എന്നാൽ ചിലപ്പോൾ ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് ചിലപ്പോൾ പോസിറ്റീവായി കണ്ടേക്കാം. കാരണം ചെറിയ അളവിലും ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണിക്കുമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിന് യാതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല എന്ന് തന്നെയാണ്. എങ്കിലും ഈ ചെറിയ ബ്ലീഡിങ് കാണുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും സേഫ് നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുന്നത് തന്നെയാണ്. കാരണം ട്യൂബൽ പ്രഗ്നൻസി തുടങ്ങിയ പ്രോബ്ലം അത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണല്ലോ. അങ്ങനത്തെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ഈ കൺസൾട്ടേഷൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ ദൂരീകരിക്കുവാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. നന്ദി, നമസ്കാരം.